ശ്രീമഹാദേവ്യൈ നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം പ്രഥമസ്കന്ധം 10-ാം അധ്യായം. 4, 10, 14 അധ്യായങ്ങളിലായിട്ട് ശ്രീശുക മഹർഷിയുടെ അവതാരം അതിനെ പറയാനാണ്. ഒരു ആഗ്രഹം ഉണ്ടായി വ്യാസന്. മഹാദേവനെ ഭജിച്ച് മഹാദേവനിൽ നിന്നും അനുഗ്രഹം വാങ്ങി വിഷ്ണു തുല്യനായിട്ടുള്ള പുത്രനെ വിഷ്ണുവായിട്ടുള്ള വ്യാസന് ലഭിച്ചു. വളരെ അധികം കർമ്മം ചെയ്തതായിട്ടുള്ള വ്യാസനെ പോലും മകന്റെ യശസ് കൊണ്ട്, പ്രശസ്തി കൊണ്ട് ശ്രീശുക ബ്രഹ്മർഷിയുടെ അച്ഛൻ എന്ന പേരില് അറിയപ്പെടാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും കൂടുതൽ കർമ്മം ചെയ്തിട്ടും തൻ്റെ മകൻ അത്രയൊന്നും കർമ്മം ചെയ്ത് കാണാനില്ല. എന്നിട്ടും തൻ്റെ മകൻ്റെ അച്ഛൻ എന്താ ക്വാളിഫിക്കേഷൻ? തീവ്ര പരിവ്രാജക സാധു ആയിട്ടുള്ള, സജ്ജനം ആയിട്ടുള്ള, വിഷ്ണു തുല്യത എളുപ്പമല്ല. അപ്പോൾ ആ ഒരു ഭാവത്തില് മകനെ കിട്ടിയതായിട്ടുള്ള ശിവാനുഗ്രഹം അതിനെ വിസ്തരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറെ കഥകൾ ചേരുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിങ്ങനെ ക്രമേണയായിട്ട് കേൾക്കാം. ദേവി ഭാഗവതം ഒരു ഘടനയ്ക്ക് തന്നെ വളരെ വ്യത്യാസമുണ്ട്. ഭാഗവതം പോലെ ഒരു ഒഴുക്ക്, ഒരു അടുക്കും ചിട്ടി അങ്ങനെ ഒരു രീതിയിലല്ല ദേവി ഭാഗവതം. ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നത് അവിടെ ആ സാന്ദർഭികമായിട്ട് ഇങ്ങനെ വേണം വെച്ചാൽ അതങ്ങോട്ട് പറയും. കാരണം ഇത് കർമ്മമാർഗമാണ്. കർമ്മമാർഗത്തിൽ അങ്ങനെയാണ്. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കണം. ഇപ്പൊ രാമായണമാകുമ്പോൾ ഉപകഥകളെ ചേർക്കുന്ന ഒരു സമ്പ്രദായം സ്വതയുണ്ട്. അപ്പോൾ രാമൻ ജനിച്ച് രാമൻ തൻ്റെ അവതാര ഉദ്ദേശം സാധിച്ച് തിരിച്ചു പോകുന്നത് വരെ, അപ്പം അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഒഴുക്കാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉപാഖ്യാനങ്ങളായിട്ട് കുറേ പറഞ്ഞു. ദേവിഭാഗവതം ഉപാഖ്യാനങ്ങൾ കുറേ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഘടന അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ നല്ലോണം മനസ്സിരുത്തിയാൽ തന്നെ ആവുള്ളൂ. അനവധി തവണ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ കിട്ടുമായിരിക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആ പൂർണ്ണതയിൽ എത്താന്നുള്ളത് അത്ര എളുപ്പമല്ല. നമുക്ക് എല്ലാം മനസ്സിലാവും, കഥകളൊക്കെ മനസ്സിലാവും. കാരണം മലയാളം വായിക്കുമ്പോൾ മലയാളം മനസ്സിലാവുമല്ലോ. അതിൻ്റെ അല്ല, അതിൻ്റെ അപ്പുറത്തൊരു കാര്യമുണ്ട്. ആ കാര്യത്തെ കിട്ടാനാണ് പണിയെന്ന് സാരം. അപ്പം അത് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ശ്രീശുക ബ്രഹ്മർഷിയെ പോലും ഇങ്ങനെയാണ് ഇതിൽ അവതരിപ്പിച്ചത് എന്നതാണ്, അതിനാണ് പ്രാധാന്യം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വരുന്നതായിട്ടുള്ള ഉപകഥകളൊക്കെ ഈ വൈരാഗ്യം എപ്രകാരത്തിലാണോ മുക്തിക്ക് കാരണമായി തീരുന്നത് എന്നും, അതേപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ കർമ്മം ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു വിധി എന്ത്, ആലംബം, ഒരു ആധാരം എന്താ, അതിനെ നമുക്ക് പറഞ്ഞു തരുക തന്നെയാണ്. അപ്പം അത് മനസ്സിലാക്കാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോയാൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്ന് അത്രയേ ഉള്ളൂ. കഥകൾ ഭാഗവതത്തിലുള്ളതായാലും പുരാണങ്ങളിലുള്ളതായാലും മിക്കവാറും സാമ്യം ഉണ്ടാവും. ആഖ്യാന ശൈലിക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമുക്ക് കേൾക്കാം. ആദ്യം മലയാളത്തിലുള്ള പരിഭാഷ തിരുമുമ്പ് രചിച്ചത് മൊത്തം പാരായണം ചെയ്യും. അതിനുശേഷം സംസ്കൃതം മൂലം വായിച്ച് അതിൽ കൊടുത്തിട്ടുള്ള അർത്ഥം അതും പറയും. മറ്റത് ഓരോ ശ്ലോകമായിട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷമം, പിന്നെ ഇത് ഇങ്ങനെ മതിയെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കിയതാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഓം ശ്രീമദ് ഭാഗവത ശ്രീമദ് ദേവി മഹാഭാഗവതം 1-ാം സ്കന്ധം 10-ാം അധ്യായം. ശൗനകാദി മഹർഷികൾ സൂത നീ മുമ്പു ചൊന്നല്ലോ വ്യാസനാം ഋഷിപുങ്കവൻ പുരാണമെല്ലാം ഉണ്ടാക്കി ശുഗൻ ഓതിക്കൊടുത്തതായി. വ്യാസൻ തപസ്സാൽ എമ്മട്ടിൽ ഉൽപ്പാദിപ്പിച്ചു പുത്രനെ വിസ്തരിച്ചോതുക. ഇങ്ങ് എല്ലാം വ്യാസനോതി ഗ്രഹിച്ചപ്പോൾ സൂതൻ സാക്ഷാൽ ശുഗൻ യോഗിമാരിൽ വെച്ച് അത്യുത്തമനാം മുനി വ്യാസങ്കിൽ നിന്നുമുണ്ടായ വിധമോദാം സവിസ്തരം. ശ്രീതാവും മേരുശൃംഗത്തിൽ വ്യാസൻ സത്യവതി സുതൻ തപസ്സു ചെയ്താൻ അത്യുഗ്രം പുത്രാർത്ഥം ദൃഢബുദ്ധിയായി. നാരദൻ ചൊന്ന വാഗ്ബീജ മന്ത്രമേകാക്ഷരം സദാ ജപിച്ചുകൊണ്ടപ്പരയെ സേവിച്ചാൻ പുത്രകാമനായി.
ഭൂമി, വന്നി, ജലം, വായു, വാൻ ഈ അഞ്ചിന്റെ ശക്തിയും ഒന്നുപോൽ ചേർന്നൊരാ പുത്രൻ ഒന്നെനിക്കു പിറക്കണം. അശക്തനെ വെറുക്കുന്നു ലോകം പൂജിപ്പൂ ശക്തനെ, അതിനാൽ പൂജ്യതാൻ ശക്തി എന്നോർത്തു പലവട്ടവും. സദാശിവയെയും സാക്ഷാൽ ശിവനെയും മുനീശ്വരൻ ധ്യാനിച്ചു ചെയ്താൻ നൂറ്റാണ്ട് തപസ്സാഹാരമെന്നിയെ. കൊങ്ങുവൃക്ഷങ്ങൾ ഉൾത്തിങ്ങും ഏതു ശൈലോച്ചകോടിയിൽ ക്രീഡിപ്പൂ ദേവതകളും രുദ്രന്മാരും വസുക്കളും മരുത്തുക്കളും ആദിത്യന്മാരും അശ്വികളും തഥാ ബ്രഹ്മജ്ഞരാം മുനികളും തപസ്വികളും എങ്ങുവാൻ. ഐങ്കാരം എന്ന മൂലമന്ത്രം, ബീജാക്ഷരം, ജ്ഞാനം, സരസ്വതി മഹാബീജം, അത് ജപിച്ചിട്ടാണ് വ്യാസൻ തപസ് ചെയ്തത്. അപ്പം ഇങ്ങനെ 33 ദേവകളിൽ ആർക്കാണ് എത്ര തരത്തിൽപ്പെട്ടതായിട്ട് ദേവകളാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ 11 ഏകാദശ രുദ്രന്മാരും 8 അഷ്ടദിക്പാലകരും 12 ആദിത്യന്മാരും പിന്നെ നാസത്യൻ ദസ്രൻ 2 ദേവവൈദ്യന്മാരും പിന്നെ ഇന്ദ്രൻ പ്രജാപതി, ഇങ്ങനെയാണ് 33 ദേവകളെ എന്നാണ് പറയുക. അതിൽ നാസത്യൻ ദസ്രൻ ഈ അശ്വിനി ദേവകള് മറ്റ് ദേവകളിൽ ലയിക്കും എന്നതുകൊണ്ട് ഇന്ദ്രനും പ്രജാപതിയും ആയിട്ടും പറയാറുണ്ട്. അതാണ് ഏകാദശ രുദ്രന്മാര്, 12 ആദിത്യന്മാര്, അഷ്ടദിക്പാലകര്, പിന്നെ ഇന്ദ്രനും പ്രജാപതി, അങ്ങനെ പറയാറുണ്ട്. അതില് മരുത്തുകൾക്ക് 49 മരുത്തുകള്, 49 അഗ്നികള് എന്നാണ് പറയുക. അപ്പം അതിൻ്റെ ചില വ്യത്യാസങ്ങളൊക്കെ പിന്നീട് വിശദീകരണങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് അത് പറയാറ്. ശ്രീ മഹാദേവ്യേ നമഃ. രുദ്രന്മാരും വസുക്കളും മരുത്തുക്കളും ആദിത്യന്മാരും അശ്വികളും തഥാ ബ്രഹ്മജ്ഞരാം മുനികളും തപസ്വികളും എങ്ങുവാൻ. സംഗീതം മാറ്റൊലിക്കൊള്ളുമാ ഹേമഗിരി കോടിയിൽ തപസ്സു ചെയ്ത ധർമാത്മാവായ സത്യവതി സുതൻ. പരന്ന് പാരാശര്യന്റെ തേജസ് ഉലകമൊക്കെയും പാരാശര്യന്റെ തേജസ് ഉലകമൊക്കെയും ആ ധീമാൻ തൻ ജടാഭാരം അഗ്നിവർണവുമായി തഥാ. വ്യാസതേജോഭരം കണ്ട് പേടി പൂണ്ടു ശചീപതി. ഏവം ഭയത്രസ്തനായി തളർന്ന മഖവാവിനെ വീക്ഷിച്ചു രുദ്രഭഗവാനോതി ശക്രനോടിങ്ങനെ. ഇങ്ങനെ തപസ് ചെയ്യുമ്പോൾ മഹാദേവനാണ് വന്ന് പ്രത്യക്ഷനായത്. ഇന്ദ്രൻ തടസ്സം ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പോൾ തടസ്സം ചെയ്യാൻ പോണ്ട ഇന്ദ്ര, ഇന്ദ്രന്റെ പദവിക്ക് വേണ്ടിയിട്ടല്ല, പുത്രൻ ഉണ്ടാവണം വെച്ചിട്ടാണ് എന്നെയാണ് തപസ് ചെയ്യുന്നത്, ഞാൻ കൊടുത്തോളാം, അങ്ങ് പോയിക്കോളൂ, ഇനി പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു എന്നാണ്. അതാണ് ഇന്ദ്രനും ഈ മഹാദേവന്റെ ആ സമയത്ത് കുറച്ച് ചുണ്ടി വന്നു വയ്ക്കാന്ന ഒരു പക്ഷേ ഇന്ദ്രനും ഇതിന് ശിക്ഷ കിട്ടുമായിരുന്നു. അതുണ്ടായില്ല. എന്തോ ശിവൻ ഇന്ദ്രനോട് പറയാണ്, ഇന്ദ്ര പേടിച്ചു കേഴുന്നത് എന്തിന് സുരേശ്വര, പാടില്ല താപസന്മാരോട് അമർഷം ഒരു നാളിലും. ഞാൻ ശക്തിയുക്തനെന്നായി കണ്ടവർ ചെയ്വൂ മഹാതപം. ഈ താപസന്മാർ അഹിതം ആർക്കും ചെയ്യില്ലൊരിക്കലും. ഈ വാക്കുകൾക്ക് ദേവേന്ദ്രൻ വൃഷധ്വജനോടോതിനാൻ. വ്യാസൻ തപസ്സു ചെയ്യുന്നത് എന്തിനാഗ്രഹമെന്തുവാൻ. ശിവൻ പുത്രാർത്ഥിയായി തപം ചെയ്തു പാരാശര്യൻ സുദുഷ്കരം. 100 സൽസുതനെ ഞാനേകുന്നുണ്ട് ഇവൻ വാസവാം. കനിവാർന്ന് ഇന്ദ്രനോടേവൻ ചൊന്നു സന്തുഷ്ടനായ ശിവൻ. വ്യാസൻ തൻ അന്തികത്തിൽ ചെന്നേവമോദീജികൾ ഗുരു. എണീക്ക വാസവി സൂനോ ജനിക്കും പുത്രനൊന്നു തേ. മഹാതേജസ്വിയായി കീർത്തിമാനായി ജ്ഞാനിയുമായവൻ. സർവലോകത്തിനും പാരം പ്രിയം ചേർപ്പവനായി തഥാ സത്യവിക്രമനായി സത്വഗുണപൂർണനുമായി വരും. സൂതൻ ശ്ലക്ഷണമാമീ വാക്കുകേട്ട് കൃഷ്ണദ്വൈപായനൻ മുനി ആ ശൂരപാണിയെ കൂപ്പിപ്പൂകിനാൻ സ്വീയമാശ്രമം. ചിരക്ലേശങ്ങളാൽ പാലം തളർന്ന ആശ്രമമെത്തവേ കടഞ്ഞു ഗുഹ്യമാം വന്നി അരണിക്കട കോലിനാൽ. ആ മഹാൻ തൻ ഉൾക്കുരുന്നിൽ കടഞ്ഞുകൊണ്ടിരിക്കവേ പുത്രോൽപ്പത്തിപരം ചിന്താഭാരവും പൊങ്ങി തൽക്ഷണം. കടകോലുകൾ തൻ സംയോഗത്താൽ അഗ്നി ജനിക്കയാം. അവണ്ണം ഈയുള്ളോൻ എമ്മട്ടുണ്ടാം സംയോഗജം സുഖം. പുത്രാരണീതി ചൊൽപ്പൊങ്ങും ഒരു താരുണ്യ കോമള. കുലീന ശീലവതിയാൾ ഇല്ല എനിക്കിങ്ങു പത്നിയായി. പുത്രനെ തരുവാനുള്ള മിടുക്കും പതിഭക്തിയും ഉള്ളോളും കാൽവിലങ്ങല്ലി വേൾപ്പതെങ്ങനെ പത്നിയെ. അപ്പോൾ വ്യാസന്റെ ഒരു ചിന്തയാണ്, ഭാര്യ ഇല്ല എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പിന്നെ എങ്ങനെയാ പുത്രൻ ഉണ്ടാവുക? ഇതന്നെയാ ചോദ്യം. കല്യാണം കഴിക്കാൻ വയ്യ, ഇനിയും പുത്രൻ വേണേ.
അഴകും കഴിവും പാതിവ്രത്യവും പൂണ്ട നാരിയും സ്വേച്ഛാസുഖം ചരിപ്പോൾ താൻ സദാ ബന്ധനരൂപയും പെണ്ണാം കെട്ടിൽപ്പെട്ട് വാഴുകയല്ലീ ശിവനും അതിരിമേൽ വരിപ്പതെങ്ങനെ ഇവൻ ഗാർഹസ്യം ബഹുദുർഘടം ഏവൻ ചിന്തിക്കുമാ വ്യാസൻ തന്റെ ദൃഷ്ടിപഥത്തിലായി കാണായിവാനിൽ തഥാ ദിവ്യരൂപയായ കൃതാജിയെ ചാരേ കടക്കൺ കളിയൊത്ത അപ്സരോ നാരിയാമവൾ. ഇവിടെ വ്യാസന്റെ ഈ ചിന്തയാവണം ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. അതാണ് ശ്രീശുകൻ പരിവ്രാജകനായിട്ട് വരാനുള്ള കാരണം തന്നെ ഇതാവും. കല്യാണം കഴിക്കാതെ കണ്ട് എന്നാൽ കാര്യം നടക്കുകയും വേണം. അപ്പോൾ കൃതാജി എന്ന അപ്സരസ് അതൊക്കെ വിഷ്ണുവംശാണ്. അങ്ങനെ ആ അപ്സരസിനെ കണ്ടു മോഹിച്ചു. അപ്പോൾ ഉണ്ടായിട്ടുള്ള വികാരമാണ് ഈ ഉണ്ണിയായിട്ട് അരണി കടയുമ്പോൾ അഗ്നിയിൽ ഉണ്ടായത് എന്ന് പറയാനാണ് എനിക്ക് പറയണത്. ആ അപ്സരസ് അവിടെ ആകാശത്ത് വന്ന് നിൽക്കുന്ന ആ സമയത്ത് നിൽക്കെ വ്രതസ്ഥൻ എന്നാലും കാമബാണ അർത്ഥനായ മുനി ധർമ്മത്തിൻ മുന്നിൽ ആ കാമഭാവം ദുർഗമമെത്തവേ ചെയ്വതെന്ത സങ്കടത്തിങ്കൽ ചിന്ത പൂണ്ടിതു താപസൻ വഞ്ചിക്കാനായി അണഞ്ഞുള്ളോരിവളെ സ്വീകരിക്കലോ ഹസിക്കും ആർത്തനാമെന്നെ മഹാന്മാരാം തപസ്സുകൾ തികച്ചും 100 ഘോര തപസ്സിൽ താൻ ചരിക്കലും ഒരപ്സരസിനെ കാൺകെ വൈവശ്യം പൂണ്ടുപോയി മുനി ഈ നിന്ദയും പൊറുപ്പിക്കാം അതുല്യം സുഖവും തഥാ പുത്രലാഭവും അവണ്ണം ജ്ഞാനികൾക്കൊരു മുക്തിയും വിണ്ണും നൽകുന്ന ഗാർഹസ്യം ഇങ്ങുണ്ടായി വരുമെങ്കിലോ ഈ ദേവകന്യയോടൊത്താൽ അതുമുണ്ടായി വരാ ദൃഢം പുരൂരവസിനെ പറ്റി ചതി ഉർവശിയാൽ പുര ഏവം നാരദനോടിയിട്ട് മുമ്പ് കേട്ടിട്ടുമുണ്ട് ഞാൻ. ശിവവരദാനം എന്ന 10ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. അപ്പോൾ ഇത്രയും കാലം തപസ് ചെയ്തിട്ട് അതില് മനസ്സ് മാറിയിട്ട് ഒരു അപ്സരസിനെ കണ്ടപ്പോൾ കല്യാണം കഴിക്കണമെന്നും ഒക്കെ തോന്നിയിരിക്കുക. ആൾക്കാരെന്താ പറയുക, അപ്പോൾ ഒരു മാനഹാനി സംഭവിക്കില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുണ്ട് എന്നും ഈ മാനാഭിമാനം മറ്റു പല വിഷമങ്ങളും ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള പാഠങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളത്. അഥ 10ാമോധ്യായ ശിവവരദാനം എന്ന ഈ അധ്യായത്തിൻ്റെ പേര്. ഋഷയ ഊജു ശൗനകാദി മഹർഷിമാര് സൂതനോട് ചോദിക്കണു. ഓം സൂത പൂർവം ത്വയാ പ്രോക്തം വ്യാസേന അമിത തേജസ കൃത്വ പുരാണമഖിലം ശുകായ അധ്യാപിതം ശുഭം. അല്ലയോ സൂത, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ അമിത തേജസ്സായിട്ടുള്ള വ്യാസൻ പുരാണങ്ങളെല്ലാം രചിച്ചതിന് ശേഷം അത് ഓരോന്നും ശ്രീശുക ബ്രഹ്മർഷിയെ വേണ്ടവണ്ണം പഠിപ്പിച്ചു എന്ന്. ഇപ്പം എല്ലാ പുരാണത്തിലും ഇങ്ങനെ ഒരു സംജ്ഞയില്ല. ഭാഗവതം മാത്രമേ ശ്രീശുക ബ്രഹ്മർഷി പഠിച്ചിട്ടുള്ളൂ എന്നതാണ് സ്വതേ പറയാറ്. പിന്നെ ശ്രീശുക ബ്രഹ്മർഷി നിമിയിൽ നിന്നും വിദ്യയെ സ്വീകരിച്ചു. അത് വിജ്ഞാനമായിട്ട്, ജ്ഞാനവും വിജ്ഞാനം കൂടിയായാലാണ് മുക്തി കിട്ടുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് ജ്ഞാനം ജന്മന ഉണ്ട്. എന്നാലും ഭാഗവതം വീണ്ടും പഠിച്ചു. കാരണം ജ്ഞാനത്തിൻ്റെ സാരം ആണ് ഭാഗവതം. ആ ഭഗവത് തത്വത്തെ പഠിച്ചപ്പോഴും വിജ്ഞാനമായിട്ടില്ല. വിജ്ഞാനമാവാൻ വേണ്ടിയിട്ട് ലോകം കാണാൻ കുറച്ച് 3 കൊല്ലം നടന്നു എന്നാണ്. 3 കൊല്ലം തീർത്ഥാടനം പോലെ, ഭൂപ്രദക്ഷിണം പോലെ വ്യാസൻ ഹിമവാനിലാണ്. അവിടുന്ന് നിമിയുടെ മിഥില രാജ്യത്തിലേക്ക് നടന്നു. മേരുപർവ്വതവും ഹിമവാനും കടന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ നിമിയുടെ മിഥില രാജ്യത്തിലെത്തിയത്. അപ്പോൾ അന്നത്തെ നിമി മഹാരാജാവ് പഠിപ്പിക്കുകയാണ്, വിജ്ഞാനം പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് വൈരാഗ്യം വന്നത്. എന്നിട്ടും അച്ഛൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചു. 5 കുട്ടികളുണ്ടായി. പുത്രനും പൗത്രിയും പൗത്രനും ഒക്കെ ഉണ്ടായി. ഏതായാലും അതിനുശേഷമാണ് ഈ വിരഹം വന്നുകൊണ്ട് ഭഗവതിയെ ലയിക്കാൻ വേണ്ടിയിട്ട് പോയത് എന്ന് സാരം. വ്യാസേന തു തപസ്സപ്തുവ കഥമുൽപാദിത ശുക വിസ്തരം ബ്രൂഹി സകലം യശ്രുതം കൃഷ്ണതസ്വയ. തപോനിഷ്ഠനായിരിക്കുന്ന ആ വ്യാസന് എങ്ങനെയാണ് ഈ പുത്രനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി ജനിച്ചത്? കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. ആ വ്യാസനിൽ നിന്ന് അങ്ങ് അറിഞ്ഞ പ്രകാരം അത് വിസ്തരിച്ച് പറഞ്ഞു തരണം. വ്യാസന്റെ ശിഷ്യനാണ് ശ്രീസൂതൻ. അപ്പൊ സൂതൻ പറയാണ്, സൂത ഉവാച പ്രവക്ഷ്യാമി ശുഗോൽപത്തിം വ്യാസാൽ സത്യവതി സുതാത് യഥോത്പന്ന ശുഗ സാക്ഷാത് യോഗിനാം പ്രവരോ മുനി
സത്യവതി സുതനായിട്ടുള്ള വ്യാസനിൽ നിന്ന്, പരാശരന്റെ മകനായിട്ടുള്ള ഈ വ്യാസനിൽ നിന്ന് യോഗികളിൽ മുഖ്യനായിട്ടുള്ള മുനിയുമായ സാക്ഷാൽ ശ്രീശുഖ ബ്രഹ്മർഷി എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ള കഥ ഞാൻ പറയാം. മേരുശൃംഗേ മഹാരമ്യേ വ്യാസ സത്യവതി സുത തപശ്ചാര സോത്യുഗ്രം പുത്രാർത്ഥം കൃതനിശ്ചയ. സത്യവതി പുത്രനായിട്ടുള്ള ഈ വ്യാസൻ പുത്രനെ നേടണം, എനിക്കൊരു മകൻ വേണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് മഹാമേരുവില് അതിരമ്യമായിട്ടുള്ള കാലാവസ്ഥയും അന്തരീക്ഷവും ഈ സസ്യജാലങ്ങൾ തൊട്ടുള്ള പ്രകൃതി എല്ലാം ഉള്ളതായിട്ടുള്ള അവിടെ അത്യുഗ്രമായിട്ടുള്ള തപസ്സാണ് വ്യാസൻ ചെയ്തത്. ജപൻ ഏകാക്ഷരം മന്ത്രം വാഗ്ബീജം നാരദാശ്രുതം ധ്യായൻ പരാം മഹാമായാം പുത്രകാമസ്തപോ നിധി. നാരദനിൽ നിന്ന് ഉപദേശസ്വരൂപേണ ശ്രവിച്ച വാഗ്ബീജമായിട്ടുള്ള മഹാസരസ്വതി ബീജമായിട്ടുള്ള ഏകാക്ഷരമന്ത്രം ഓം ഐം നമ എന്ന് ജപിച്ചുകൊണ്ട് പരാശക്തിയായിട്ടുള്ള മഹാമായയെ ധ്യാനിച്ച് പുത്രനെ വേണം എന്ന് വ്യാസൻ ആവശ്യപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് തപസ് ചെയ്തു. പഞ്ചമഹാബീജങ്ങൾ എന്നാണ് പറയുക. അപ്പം അതിൽ ആദ്യത്തെ പഞ്ചമഹാബീജങ്ങളിൽ ക്ലീംകാരമാണ്. ക്ലീംകാരം കഴിഞ്ഞ് ശ്രീംകാരം, ശ്രീംകാരം കഴിഞ്ഞ് സൗംകാരം, സൗംകാരം കഴിഞ്ഞ് ഐംകാരം. ഇതിൻ്റെ എല്ലാം നെടുന്തൂണായിട്ട് ഹ്രീംകാരം. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചട്ടയിൽ ദേവീ മഹാത്മ്യം കഥ ഉപാസന, അതിൻ്റെ ആ പുസ്തകമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അതിൽ ആ ചുവന്ന ഒരു തൂണ് പോലെ കാണുന്നത് ഹ്രീംകാരമാണ്. അതിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന കറുപ്പ്, അത് നീലയോട് കൂടിയ കറുപ്പാണ്, അത് ക്ലീംകാരമാണ്. അതിൻ്റെ തൊട്ട് മീതെയാകുന്ന പച്ച, അത് ശ്രീംകാരമാണ്. അതിൻ്റെ തൊട്ട് മീതെ കാണുന്നതായിട്ടുള്ള ഈ മഞ്ഞ, അത് സൗംകാരമാണ്. അനുഭവിക്കാനുള്ള ആ പ്രാപ്തി, കഴിവ് അതുണ്ടെങ്കിലേ ഇത് കിട്ടുള്ളൂ, മുക്തി കിട്ടുള്ളൂ. പ്രാരബ്ധം തീരണേ, ഇതിനാണ് സൗംകാരം. അതാണ് കൃഷ്ണനെ നമ്മൾ ആ രീതിയിൽ കാണുന്നത്. ആ സൗംകാരത്തിന് ശേഷം വെളുത്തതാണ് ഐംകാരം, ശുഭ്രം, അത് മഹാസരസ്വതി ബീജാണ്. അപ്പോൾ ക്ലീംകാരം കറുപ്പ്, ശ്രീംകാരം പച്ച, സൗംകാരം മഞ്ഞ, ഐംകാരം വെള്ള. ഇങ്ങനെ കളർ കോഡോട് കൂടിയിട്ടാണ് എൻ്റെ ദേവി മഹാത്മ്യത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആ ചട്ട കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹ്രീംകാരം എന്ന തൂണാണ് ഈ ചട്ടയുടെ ഒരു സൈഡിൽ ചുവപ്പ് നിറത്തിൽ തൂണ് പോലെ കാണുന്നത്. അങ്ങനെ 4 പടികളോട് കൂടിയിട്ടുള്ള, സോപാനത്തോട് കൂടിയിട്ടുള്ള ഈ ജ്ഞാനമാർഗത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ദേഹവും ദേഹത്തിനോടനുബന്ധിച്ച് അനുഭവിക്കേണ്ടതും കിട്ടിയതിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതും ജ്ഞാനത്തോട് കൂടിയിട്ട് ഈ ഹ്രീങ്കാരത്തിനെ എന്നുവെച്ചാൽ പ്രകൃതിയെ മറികടന്നുകൊണ്ട്, പ്രകൃതിയാണ് ആ നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ട, അതിനുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇപ്പം ചവിട്ടുപടികളായിട്ട് കാണുന്നതാണ്. അങ്ങനെ ഹ്രീങ്കാരം കടന്ന് ഓംകാരം, ശബ്ദബ്രഹ്മം, അതും കടന്നിട്ട് വേണം മുക്തിയിലേക്ക് എത്താൻ, ബ്രഹ്മത്തിലേക്ക് എത്താൻ. ഇതാണ് അതിൻ്റെ നിയമം. ഇപ്പം എൻ്റെ ആ പുസ്തകത്തിൽ വളരെയധികം ശ്രമപ്പെട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും അത് കൊണ്ടു കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. ഞാൻ ആ പുസ്തകം എഴുതിയിട്ട് എനിക്ക് 10-20 കൊല്ലത്തോളം സാധിക്കാത്തതായിട്ടുള്ളൊരു കാര്യം. പുസ്തകം എഴുതിയ പ്രസിദ്ധീകരിക്കാനൊന്നും കൊടുത്തിട്ടില്ല, DTP എടുക്കാനും കൂടി കൊടുത്തിട്ടില്ല. എന്നിട്ടും എൻ്റെ ആ കാര്യം സാധിച്ചു. അപ്പം അത്രയും ഫലമുണ്ട് ആ ദേവി മഹാത്മ്യത്തിൻ്റെ പരിഭാഷയ്ക്ക്. കഥോപാസന എന്ന പേരിലാണ് അത് ഇറക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചട്ട ഉൾപ്പെടെയുള്ള സകലതും ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് അത്. കമ്പ്യൂട്ടർ എനിക്കറിയില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ രീതിയിലാണ് എൻ്റെ പുസ്തകത്തിൻ്റെ ചട്ട ഉൾപ്പെടെയുള്ള ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അത് കേൾക്കണം, മനസ്സിലാക്കണം, വായിക്കണം. ധാരാളം വ്യാഖ്യാനിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഒരു റെഫറൽ ഗ്രന്ഥം പോലെ എൻ്റെ പുസ്തകങ്ങൾ ഏതെടുത്താലും ഞാനതിൽ പലതും ചേർത്തിട്ടുണ്ട്. അതൊക്കെ ആ പുരാണവുമായി ബന്ധപ്പെട്ടിട്ടും ഒരു സാമാന്യ ഒരു ധാരണ ഈ പുരാണങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടാവാനുള്ളത്, ഭഗവത് തത്വത്തെ ഉണ്ടാവാനുള്ളത്, അതിൽ എന്നാൽ കഴിയുന്നത് ചേർത്തിട്ടുണ്ട്. പുരാണം, അതായത് അറിവുകൾ മുഴുവൻ ചേർക്കുക എന്നുള്ളത് സാധ്യമല്ല.
ചിലത് ചേർത്തു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വാഗ്ബീജത്തെ ജപിച്ചിട്ട്, അപ്പോൾ അവിടെ സരസ്വതിയാണ് പ്രത്യക്ഷപ്പെടേണ്ടത്. ഇവിടെ ശിവമാർഗപ്രണയതാരം പ്രണതോസ്മി സദാശിവം എന്നാണ്. അപ്പോൾ അവിടെ മംഗളസ്വരൂപിയായിട്ടുള്ള ജ്ഞാനദായകനായിട്ടുള്ള ജ്ഞാനസ്വരൂപിയായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഭാവത്തിലിരിക്കുന്നതായിട്ടുള്ള ആ മഹാദേവന് അപ്പോൾ ഈ ജ്ഞാനം കൊടുക്കാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ശിവൻ തന്നെയാണ്. ശിവപാർവതിമാരെ ഒരുമിച്ച് ധ്യാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വ്യാസന് ദർശനം കൊടുക്കുന്നതും പുത്രനെ വരമായിട്ട് അനുഗ്രഹമായിട്ട് കൊടുക്കുന്നതും എന്ന് ഇന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ അഹങ്കാരം ജപിച്ചിട്ട് മഹാദേവനാണ് അവിടെ പ്രദക്ഷിണാവുന്നത് എന്ന് സാരം. അതാണ് അഗ്നേർഭൂമേസ്തഥാവായോരന്തരീക്ഷസ്യ ചാപ്യയം വീര്യേണ സംവിധപുത്രോ മമ ഭൂയാതിഥി സ്മഹ. അഗ്നിയുടെയും ഭൂമിയുടെയും വായുവിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും ശക്തി ഒത്തുചേർന്നതായിട്ടുള്ള പുത്രൻ എനിക്ക് വേണം. എന്ന് വെച്ചാൽ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഒരു പുത്രൻ വേണം, വ്യാസനെ പോലെ. അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതല്ല കിട്ടിയത്. അധിഷ്ഠ സ ഗദാഹാര ശതസംവത്സരം പ്രഭു ആരാധയൻ മഹാദേവം തഥൈവ ച സദാശിവം. അപ്പം അതിൽ മഹാദേവൻ, ഈ ജ്ഞാനതനായിട്ടുള്ള മഹാദേവൻ കാമതനും കൂടി ആയതുകൊണ്ട് മഹാദേവ സങ്കല്പത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിഷ്ണുവായിട്ടുള്ള വ്യാസൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം ഉണ്ട്. അർദ്ധനാരീശ്വരനായതുകൊണ്ട് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആഹാരം വെടിഞ്ഞ് സദാശിവനെ ധ്യാനിച്ച് 100 വർഷം കഴിഞ്ഞു എന്നാ. ശക്തി സർവത്ര പൂജ്യേതി വിചാര്യ ച പുനഃ പുനഃ അശക്തോ നിന്ദ്യതേ ലോകേ ശക്തസ്തു പരിപൂജ്യതേ. എല്ലാ ദിക്കിലും ശക്തിയാണ് പൂജിക്കപ്പെടുന്നത്, അതാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് വീണ്ടും വീണ്ടും ആലോചിച്ചിട്ടാണ് അശക്തൻ നിന്ദിക്കപ്പെടുന്നുവല്ലോ, ശക്തനല്ലേ പൂജിക്കപ്പെടുന്നുള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് ഈ തപസ്. യത്ര പർവ്വതശൃംഗേ വൈ കർണികാരവനാത്ഭുതേ ക്രീഡന്തി ദേവതാ സർവേ മുനയശ്ച തപോധിക. ഏത് പർവ്വതശൃംഗത്തിലാണോ ഈ കൊന്നപ്പൂക്കൾ, കർണികാര ദ്രുമങ്ങൾ നിറഞ്ഞതായിട്ടുള്ള അത്ഭുതവനമുള്ളത്, ദേവതകളെല്ലാം ക്രീഡിക്കുന്നത് ഇളാവൃതത്തിലെ കഥയാണ്. അത്യധികം തപസ്സുകളായിട്ടുള്ള മുനിമാരുള്ളത്. ആദിത്യാവസോ രുദ്ര മരുതശ്ച അശ്വിനോ തഥാ വസന്തി മുനയോ യത്ര യേ ചാന്യേ ബ്രഹ്മവിത്തമ. 12 ആദിത്യന്മാര്, അഷ്ടവസുക്കള്, 11 രുദ്രന്മാര്, 49 മരുത്തുക്കള്, അതേപോലെ അശ്വിനി കുമാരന്മാര്, നാസത്യൻ ദസ്രൻ എന്നാണ് സൂര്യന്റെ പുത്രന്മാരായിട്ടുള്ള. അപ്പം അവര് ദേവവൈദ്യന്മാരാണ്. പക്ഷെ അവര് മറ്റേ ദേവന്മാരിൽ പെട്ടതുകൊണ്ട്, ആദിത്യ മക്കളായതുകൊണ്ട് ദേവന്മാരിൽ പെട്ടതുകൊണ്ട് ഇന്ദ്രനും പ്രജാപതിയും എന്നും 33 എന്നുള്ള സംഖ്യയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ 33 കോടി ദേവകള് ഉള്ളതായിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനികളും എവിടെയാണോ ഉള്ളത്? ഈ ഇളാവൃതത്തിലാണ് ഉള്ളത്. തത്ര ഹേമഗിരേ ശൃംഗേ സംഗീതധ്വനി നാദിതേ തപശ്ചാര ധർമാത്മാ വ്യാസ സത്യവതി സുധ. സംഗീത ശബ്ദങ്ങളെ കൊണ്ട് സാന്ദ്രമായിട്ടുള്ള ആ ഹിമവാന്റെ ഗിരിയിൽ, സ്വർണ്ണ നഗരിയിൽ, സ്വർണ്ണപർവ്വതമാണ്, അതിൻ്റെ ഒരു ശൃംഗത്തിൽ ധർമാത്മാവായിട്ടുള്ള സത്യവതീസുതനായിട്ടുള്ള വ്യാസൻ തപസ് കൃച്ഛ തപസ്സായിട്ട് ചെയ്തു. തതോസ്യ തേജസാ വ്യാപ്തം വിശ്വം സർവം ചരാചരം അഗ്നിവർണ ജഡാജാത പാരാശര്യസ്യ ധീമത. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തേജസ് ഈ ലോകം മുഴുവൻ, ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചു. ബുദ്ധിമാനായിട്ടുള്ള പരാശര പുത്രൻ്റെ ജഡ അഗ്നിവർണമായിട്ട് തീർന്നു എന്നാണ്. എന്നുവെച്ചാൽ അതൊരു സൂര്യപ്രഭ പോലെ ആയിത്തീർന്നു. തതോസ്യ തേജ ആലക്ഷ്യ ഭയമാപശജീപതി തുരാസാഹം തഥാ ദൃഷ്ട ഭയത്രസ്തം ശ്രമാതുരം. ഇപ്പം വ്യാസന്റെ തേജസ് കണ്ടപ്പോൾ ഇന്ദ്രന് ഭയണ്ടായി, ക്ഷീണിച്ച് കുറച്ചൊരു അവശനായി എന്നാണ്. ഭയപ്പെട്ട് വരയ്ക്കുന്നതായിട്ടുള്ള ദേവേന്ദ്രനെ കണ്ടിട്ട് ഉവാച ഭഗവാൻ രുദ്രോ മഖവന്തം തഥാസ്ഥിതം കഥമിന്ദ്രാദ്യ ഭീതോസി കിം ദുഃഖം തേ സുരേശ്വര. അപ്പോൾ മഹാദേവൻ ചോദിച്ചു ഇന്ദ്രനോട്, എന്തിനാ ഇങ്ങനെ പേടിക്കണത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ ദുഃഖത്തിന് കാരണം? ശങ്കര ഉവാച അമർഷോ നൈവ കർത്തവ്യസ്ഥാപസേഷു കഥാചന തപശ്ചരന്തി മുനയോ ജ്ഞാത്വാ മാം ശക്തി സംയുതം. ഈ താപസന്മാരോട് ഒരിക്കലും കോപിക്കേണ്ട, അവർ ചെയ്യുന്ന കർമ്മത്തിൽ ദുഃഖിക്കും വേണ്ട. ഞാൻ ശക്തിയോട് ചേർന്നവനാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് മുനിമാര് എന്നെ തപസ് ചെയ്യുന്നത്. ഈ വ്യാസനും എന്നെ തപസ് ചെയ്യുന്നത് ഞാൻ ശക്തിയോട് ചേർന്നിട്ട്, അതുകൊണ്ട് തന്നെയാണ്. എന്നെയല്ല തപസ് ചെയ്യുന്നത്, ശക്തിദേവിയാണ് തപസ് ചെയ്യുന്നത്. ഇനി എന്താ പേടിക്കാനുള്ളത്? ഇന്ദ്രനി രക്ഷക ആരാ? അമ്മയല്ലേ.
ഹിതമിച്ഛന്തി ന തു ഏതേ അഹിതം ഇച്ഛന്തി താപസാ സർവഥൈവ ഹി ഇത്യുക്തവചന ശക്രഃ തം ഉവാച വൃഷധ്വജം. ഒരു പ്രകാരത്തിലും അഹിതം ആർക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഈ മഹാമുനികളായിട്ടുള്ള താപസന്മാര്, തപസ് ചെയ്യുന്നവര്. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഇന്ദ്രൻ ശിവനോട് ചോദിച്ചു, കസ്മാ തപസ്യതി വ്യാസ കോർത്ഥസ്തസ്യ മനോഗത. അപ്പൊ എന്തിനാ വ്യാസൻ തപസ് ചെയ്യണത്? അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ? ശിവ ഉവാച പാരാശര്യസ്തു പുത്രാർത്ഥി തപശ്ചരതി ദുശ്ചരം. അപ്പൊ ശിവൻ പറഞ്ഞു എന്താണ്? ശിവ ഉവാച പാരാശര്യസ്തു പുത്രാർത്ഥി തപശ്ചരതി ദുശ്ചരം. ഈ പരാശരപുത്രനായിട്ടുള്ള സത്യവതിപുത്രനായിട്ടുള്ള ഈ വ്യാസൻ പുത്രനെ വേണം എന്നുള്ള കഠിനമായിട്ടുള്ള ആഗ്രഹം, അതുകൊണ്ടാണ് ഇത്രയും കൃച്ഛ്ര തപസ് ചെയ്യണത്. പൂർണ്ണവർഷശതം ജാതം ദദാമ്യദ്യസുതം ശുഭം ഇത്യുക്ത്വാ വാസവം രുദ്രോദയ മുദിതാനന. 100 വർഷം ഈ തപസ് പൂർത്തിയാക്കി. അപ്പോൾ ഇനി എനിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ല, വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പം തന്നെ പോയിട്ട് മകനെ നൽകുന്നുണ്ട്. അങ്ങനെ പ്രസന്നവദനായിട്ടുള്ള മഹാദേവൻ ഇന്ദ്രനോട് ഇപ്രകാരത്തിൽ പറഞ്ഞു. സൂത ഉവാച ഗത്വാ ഋഷി സമീപം തു തമുവാച ജഗദ്ഗുരു ഉത്തിഷ്ഠ വാസവേ പുത്രസ്തേ ഭവിത ശുഭാം. അങ്ങനെ സൂതൻ പറയാണ്, ഋഷിയുടെ അടുത്ത് ചെന്ന് മഹാദേവൻ ഈ ഇന്ദ്രനെ അങ്ങനെ പറഞ്ഞയച്ചിട്ട്, എന്നിട്ട് വാസവീ പുത്ര എഴുന്നേൽക്കൂ, അങ്ങേക്ക് ഉത്തമനായിട്ടുള്ള പുത്രൻ ജനിക്കും എന്ന്. ഈ വാസവീപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവതിയാണ്. വസുവിൻ്റെ പുത്രിയാണ് സത്യവതി. അപ്പോൾ ആ മീനഗന്ധി മുക്കുവൻ്റെ ഒരു വസുവാണത്. ആ വസുവിൻ്റെ പുത്രിയായിട്ടാണ് വളർന്നത്, മത്സ്യത്തിൻ്റെ വയറ്റിൽ പിറന്നതാണ്. അപ്പോൾ ഈ വാസവീപുത്രൻ്റെ തപസ്സില് പ്രീതനായിട്ടാണ് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട്, അങ്ങക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ തരണു, അങ്ങക്ക് ഉത്തമനായിട്ടുള്ള പുത്രൻ ജനിക്കും കേട്ടോ എന്ന് പറഞ്ഞു. സർവതേജോമയോജ്ഞാനി കീർത്തികർത്ത തവ അനഘ അഖിലസ്യ ജനസ്യ അത്ര വല്ലഭസ്തേ സുതസദ. മഹാതേജസ്വിയായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള അങ്ങയ്ക്ക് കീർത്തി ഉണ്ടാക്കുന്നതായിട്ടുള്ള പരിശുദ്ധനായിട്ടുള്ള അഖില ജനങ്ങൾക്കും സദാ പ്രിയങ്കരനുമായിരിക്കുന്ന അങ്ങയുടെ പുത്രൻ, അങ്ങയുടെ പുത്രനാൽ അങ്ങ് അറിയപ്പെടും എന്നുള്ള രീതിയിലാണ്. അത്രയും ജ്ഞാനിയാണ്. ഭവിക്കൂട്ടോ. ഭവിഷ്യതി ഗുണൈ പൂർണ്ണ സാത്വികൈ സത്യവിക്രമ തഥാകർണ്യവജസ് ലക്ഷണം കൃഷ്ണദ്വൈപായന സദാ. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നല്ല പുത്രനുണ്ടാവും. സാത്വിക ഗുണങ്ങൾ തികഞ്ഞതായിട്ടുള്ള സത്യസന്ധനുമായിട്ടുള്ള ഒരു പുത്രനാവും. വ്യക്തമായിട്ടുള്ള ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ, മഹാദേവന്റെ ഈ വരം അനുഗ്രഹം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യാസൻ കൃഷ്ണദ്വൈപായനൻ പറഞ്ഞു, ശൂരപാണി നമസ്കൃത്യ ജഗാമ ആശ്രമമാത്മന സ ഗത്വാ ആശ്രമമേവാശു ബഹുവർഷ ശ്രമാതുരാം. ആ മഹാദേവനെ നമസ്കരിച്ചിട്ട് വ്യാസന്റെ ആശ്രമമായിട്ടുള്ള ശമ്യാപ്രാസം സരസ്വതി തീർത്ഥ അവിടേക്ക് പോവുകയും ചെയ്തു. അനവധി കാലത്തെ ശ്രമം കൊണ്ട് തളർന്നതായിട്ട് അദ്ദേഹം ആശ്രമത്തിൽ തിരിച്ചെത്തി. മഹാദേവൻ തൻ്റെ ഭക്തന് വരം കൊടുത്ത് മറയുകയും ചെയ്തു. അപ്പോൾ ഈ വ്യാസൻ അവിടെ ആശ്രമത്തിൽ സരസ്വതി ശമ്യാപ്രാസത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, സരസ്വതി തീരത്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറെ കാലമായി യാഗമൊക്കെ ചെയ്തിട്ടേ, അപ്പോൾ വീണ്ടും യാഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അരണീസഹിതം ഗുഹ്യം മമന്ധ അഗ്നിം ചികീർഷയ മന്ഥനം കുർവതസ്യ ചിത്തേ ചിന്താഭരസ്തത. അപ്പോൾ അതിഗുഹ്യമായിട്ടുള്ള അഗ്നി ലഭിക്കണം. അപ്പോൾ ജാതവേദസ് എന്നുള്ള അഗ്നിയാണ് സ്വതയിൽ ഉണ്ടാവുക. അരണി കടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക ജാതവേദസ്സാണ്. അപ്പോൾ ആ അഗ്നി ലഭിക്കണമെന്ന എന്നുവെച്ചാൽ വേദപ്രയോഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോമാചാരത്തിന് വേണ്ടിയിട്ടുള്ള അഗ്നിയെ ഉണ്ടാക്കുന്നത്. അത് അരണി കടഞ്ഞിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ആ അരണിക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ അഗ്നി ലഭിക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അരണി കടയാൻ തുടങ്ങി. കടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താ തോന്നിയത്? ഒരു പുത്രനെ വേണം എന്ന് തോന്നിയത്. അതാണ് ശിവന്റെ ലീല. അതാണ് പ്രാദുർബഭൂവ സഹസാ സുതോൽപത്തോ മഹാത്മന മന്ഥാനാരണി സംയോഗാത് മന്ഥനാച്ച സമുദ്ഭവ. ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ പുത്രോൽപത്തിയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായി. മന്ഥന അരണികൾ ചേർത്ത് മഥിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള ആ ചൂട് തീയ്. പാവകസ്യ യഥാ തദ്വത് കഥം മേ സ്യാൽ സുതോത്ഭവ പുത്ര അരണിസ്തു വിഖ്യാത സാമമാദ്യ ന വിദ്യതേ. പല ആലോചനകളും വരികയാണ്. എന്താണ് ആലോചന?
അഗ്നി എങ്ങനെയാണോ അതേപോലെ എനിക്ക് ഒരു അഗ്നി തുല്യനായിട്ടുള്ള പുത്രനുണ്ടാകും. ബ്രഹ്മാവസ്ഥയിലുള്ള പുത്രനുണ്ടാകും എന്നുള്ളതാണ്. ബ്രഹ്മാവസ്ഥയിലാണ് സ്വദേശി ശുഖബ്രഹ്മർഷി, തീവ്ര പരിവ്രാജകനാണ്. പുത്രാരണി എന്ന് വിഖ്യാതനായിട്ടുള്ള ഒരുവൾ എനിക്ക് ഇപ്പോൾ ഇല്ലല്ലോ, എന്നുവെച്ചാൽ ഭാര്യ ഇല്ലല്ലോ എന്ന്. അടിയിലത്തെ അത് ഭാര്യയാണ്, മുകളിലത്തെ ഈ ഭർത്താവാണ്. അപ്പോൾ അതിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ഉണ്ണി അത് ഈശ്വരൻ തന്നെയാണ്, അഗ്നിഭാവം ഈശ്വരൻ തന്നെയാണ്. തരുണി രൂപസമ്പന്ന കുലോൽപ്പന്ന പതിവ്രത കഥം കരോമി കാന്താം ചാപാതയോ ശൃംഖല സമാം. ഇപ്പോൾ ഒരു തരുണിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള കുലത്തിൽ ജനിച്ചതായിട്ടുള്ള പാരമ്പര്യമൊക്കെ ഉള്ള പതിവ്രതയായിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ ഭാര്യയാണോ കാലിന് വേലങ്ങായിട്ട് മാറും. കല്യാണം കഴിച്ചാൽ കാല് കെട്ടി, ഉണ്ണി ഉണ്ടായാൽ വായ കെട്ടി. ഇതൊരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ ഈ പഴഞ്ചൊല്ലിന് പ്രമാണം ഇതാണ്. തരുണി രൂപസമ്പന്ന കുലോൽപ്പന്ന പതിവ്രത കഥം കരോമി കാന്താം ച പാതയോ ശൃംഖല സമാം. അപ്പോൾ ഒരു കല്യാണം കഴിച്ചാൽ തന്നെ ചങ്ങലയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ കല്യാണം കഴിച്ചാലോ? നമ്മൾ അനവധി കല്യാണം കഴിച്ച അനവധി ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്കറിയാം. കഥകളിൽ പുരാണങ്ങളിൽ ധാരാളമായിട്ട് ഭക്തന്മാർ, രാജാക്കന്മാരായാലും ബ്രാഹ്മണന്മാരായാലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ വ്യാസന്, അത് എഴുതിയതായിട്ട് വ്യാസന് കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതാണ്, അത് കാലിന് വിലങ്ങാവില്ലേ, അതെങ്ങനെയാണ് ഞാൻ പത്നിയാക്കുക? ഇനിയോ കണ്ടത് ഘൃതാചിയാണ്, അപ്സരസാണ്. അപ്സരസിനെ ഒരിക്കലും പത്നിയാക്കാൻ പറ്റില്ല. പുരൂരവസ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉർവശിയെ പത്നിയാക്കിയിട്ട്. പുത്രോൽപാദന ദക്ഷാം ച പാതിവ്രത്യെ സദാസ്ഥിതാം പതിവ്രതാപി ദക്ഷാപി രൂപവത്യപി കാമിനി. ഇപ്പൊ പുത്രോൽപാദന യോഗ്യയും അതേപോലെ തന്നെ സദാ പാതിവ്രത്യമുള്ള ആ ഒരു സ്ത്രീയാണ് പത്നിയായിട്ട് ഉള്ളത് എങ്കിൽ, എന്നാലും ആ സ്ത്രീയെ എങ്ങനെയാ പത്നിയാക്കുക? ഈ ചങ്ങലാബന്ധം ഉണ്ടാവില്ലേ, ഒരു കെട്ടിയിടലുണ്ടാവില്ലേ? പതിവ്രതയും പുത്രോൽപാദന സമർത്ഥിയാണെങ്കിലും രൂപവതിയായിട്ടുള്ള ഈ കാമിനി സദാ ബന്ധന രൂപ ച സ്വേച്ഛാ സുഖവിധായിനി ശിവോപി പർവ്വതേ നിത്യം കാമിനി പാശ സംയുത. എപ്പോഴും അതൊരു ചങ്ങല തന്നെയാണ്, ചങ്ങല കൊണ്ട് കെട്ടിയിട്ട പോലെ തന്നെയാണ്. സ്വസുഖമാണ് അവള് ആഗ്രഹിക്കുക. ശിവൻ പോലും കൈലാസ പർവ്വതത്തില് ഈ പാർവതിയുടെ ബന്ധനത്തിലാണ് കിടക്കുന്നത്. ശിവനാണ് ഇപ്പോൾ വരം കൊടുത്തത്. ആ ശിവനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. വ്യാസൻ പോലും ഇതാ ചിന്തിക്കണമെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സ് എത്ര കന്മഷം നിറഞ്ഞതാണ്. ഇവിടെ അതിൻ്റെ സത്യമാണ് പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ അസത്യമാണ് പറയുക. എന്താ കാരണം? ഈ ഭാവമല്ല നമുക്കുണ്ടാവേ, നമ്മൾ ലൗകികമായിട്ടുള്ള ഭാവത്തിലാണ് ചെയ്യുക. വിഷം കുടിക്കാറാവുമ്പോൾ, ഈ പാലാഴി മഥനം കഴിഞ്ഞ സമയത്ത് കാളകോട് വിഷം ഉയർന്നപ്പോൾ അത് കുടിക്കാൻ കാലത്ത് പാർവതിയോട് ചോദിച്ചിട്ടാണ് കുടിച്ചത്. അപ്പം അങ്ങനെ സകലതും ഭാര്യയോട് ചോദിച്ചിട്ട് വേണ്ടി വരും. മോഹിനിയെ കാണണം എന്നുള്ളത് തോന്നിക്കഴിഞ്ഞപ്പോൾ പാർവതിയോട് ചോദിച്ചു, ഞാനൊന്ന് മോഹിനിയെ കാണാൻ പോട്ടെ എന്ന്. അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നാലെ പോയി. ചങ്ങലക്കെട്ടാണേ ഒരു മാർഗമില്ല. അപ്പം അതാണ് സദാ ബന്ധന രൂപാച്ച സ്വേച്ഛാ സുഖവിധായിനി. സ്വന്തം സുഖം മാത്രം അതിങ്ങനെ അതിന് വേണ്ടിയിട്ട് വിന്യാസം ചെയ്യും പലതും. അതാണ്, അല്ലാണ്ട് നമ്മളെ സുഖിപ്പിക്കാനല്ല, ഭർത്താവിനെ സുഖിപ്പിക്കാനല്ല. ഭാര്യ എന്നുള്ളത് ഭാര്യയുടെ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിനെയും സുഖിപ്പിക്കും, അത്രയേ ഉള്ളൂ. ശിവോപി പർവ്വതേ നിത്യം കാമിനി പാശ സംയുത കഥം കരോമ്യഹം ചാത്ര ദുർഘടം ച ഗൃഹാശ്രമം ഏവം ചിന്തയത സസ്യ ഘൃതാജി ദിവ്യരൂപിണി. ഇങ്ങനെ അതിദുർഘടമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതം ഞാൻ എങ്ങനെയാണ് നയിക്കുക? എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദിവ്യരൂപിണിയായിട്ടുള്ള ഘൃതാചി എവിടെ വന്നത്? പ്രാപ്താ ദൃഷ്ടിപഥം തത്ര സമീപേ ഗഗനെ സ്ഥിതാം ദൃഷ്ട്വാ ചഞ്ചലാപാങ്കി സമീപസ്ഥാം വരാപ്സരാം. അവിടെ അടുത്ത് ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ആകാശചാരിണികളാണല്ലോ അപ്സരസുകളൊക്കെ. അവിടെ സൗന്ദര്യവതിയായിട്ടുള്ള ഒരു അപ്സരസായിട്ടുള്ള ഘൃതാജി ആകാശത്ത് ഈ വ്യാസന്റെ നേരെ മുമ്പിൽ ഇങ്ങനെ കാണപ്പെട്ടു. പഞ്ചബാണ പരീതാംഗസ്തൂർണമാസി ധൃതവ്രത ചിന്തയാമാസ ച തദാക്കിം കരോമ്യദ്യ സങ്കടേ. അപ്പോൾ വ്രതധാരിയായിട്ടുള്ള അതിവേഗം യാഗം ചെയ്ത് പുണ്യം നേടണമെന്ന് വിചാരിച്ചതായിട്ടുള്ള ഈ വ്യാസന്റെ ആ ചിന്ത മാറിയിട്ട് കാമപീഡിതനായിട്ട് തീർന്നു. ഈ ധർമ്മസങ്കടത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു. കാമപീഡ വന്നാൽ പിന്നെ വേറെ ഒരു രക്ഷയില്ല. കാമത്തിന് കണ്ടുകൂടാ.
ധർമ്മസ്യ പുരതപ്രാപ്തേ കാമഭാവേ ദുരാസതേ അംഗീകരോമി യദ്യേനാം പഞ്ചനാർത്ഥമിഹാഗതം ആഗതാം. അപ്പൊ ഈ ധർമ്മത്തിന്റെ മുമ്പിൽ കടക്കാനാവാതെ കണ്ട് കാമഭാവം എത്തിയിരിക്കുകയാണല്ലോ. വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഈ അപ്സരസ് ഇവിടെ എന്റെ തപസ് മുടക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കണത്. ഇവിടെ വന്നു ചേരിക്കുന്ന ഇവിടെ ഞാൻ സ്വീകരിക്കുകയാണെച്ചാലോ ഹാസ്യഷ്യന്തി മഹാത്മാന താപസാ മാം തു വിഹ്വലം തപസ്തപ്വാ മഹാഘോരം പൂർണ്ണവർഷശതം ത്വിഹാം. അപ്പൊ അവിടെ മഹാത്മാക്കളായിട്ടുള്ള താപസന്മാര് എന്നെ ഈ ഒരു അപ്സരസിനെ കണ്ടിട്ട് ഞാൻ പരിഭ്രമിച്ചു പോയി, അല്ലെങ്കിൽ ഭ്രമിച്ചു പോയി, അതല്ലെങ്കിൽ ആ കുട്ടിയിലെ കാമം ഉണ്ടായി, ആ സ്ത്രീയെ ആഗ്രഹിച്ച ഭാവത്തിൽ എത്തിപ്പോയി എന്നെല്ലാം ആൾക്കാർ കളിയാക്കില്ലേ. അതിഘോരമായിട്ടുള്ള ഈ കളിയാക്കലുകള് ഇത് പൂർണ്ണമായിട്ട് 100 കൊല്ലം തപസ് ചെയ്തിട്ടുള്ള എനിക്ക് ഇങ്ങനെ വന്നൂലോ. ദൃഷ്ട അപ്സരസാം ച വിവശ കഥം ജാതോ മഹാതപ കാമം നിന്ദാപി ഭവതു യതി സ്യാദ് അതുലം സുഖം. മഹാതപസ്യായിട്ട് ഇദ്ദേഹം ഒരു അപ്സരസിനെ കണ്ടിട്ട് എങ്ങനെ വിവശനായിട്ട് തീർന്നു. ഇത്തരം നിന്ദാവാക്കുകള് ഉണ്ടായിക്കൊള്ളട്ടെ, അത്യധികം സുഖം ഉണ്ടാകുമെങ്കിൽ ഇതും സാരമില്ല. ശരി, ഞാൻ അപ്സരസിനെ വിവാഹം കഴിച്ചു, എന്നാൽ എനിക്കതിൽ ഞാൻ ഉദ്ദേശിക്കുന്നേക്കാൾ സുഖം കിട്ടുന്നു കൂട്ടുക, എന്നാലും കുഴപ്പമുണ്ടാകുന്നില്ല. പക്ഷെ സുഖമല്ല കിട്ടുക, അത് ദുഃഖം തരെയുള്ളൂ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അതായത് ഗൃഹസ്ഥ ആശ്രമസംഭൂതം സുഖദം പുത്രകാമതം സ്വർഗതം ച തഥാ പ്രോക്തം ജ്ഞാനിന അമ്മോക്ഷതം തഥാ. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് പുത്രലാഭം കൊണ്ടുണ്ടാകുന്ന സുഖം ലഭിക്കും, അത് സ്വർഗത്തെ നൽകും. ഇതൊക്കെ പറയണുണ്ട് പുരാണങ്ങളിലൊക്കെ, ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ജ്ഞാനികൾക്ക് അതാണ് മോക്ഷത്തെ ദാനം ചെയ്യുന്നത്. കാരണം പിതൃകടം തീരണമെങ്കിൽ പുത്രൻ ഉണ്ടാവണം. അപ്പൊ പുത്രൻ ഉണ്ടാവണം വെച്ചാൽ ഭാര്യ വേണം. ഇതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും ന ഭവിഷ്യതി തന്നൂനം അനയാദേവകന്യയ നാരദാച്ച മയാ പൂർവം ശ്രുതമസ്തി കഥാനകം യഥോർവശീവശോ രാജാ പരാഭൂത പുരൂരവാം. ഈ ദേവകന്യകയിൽ നിന്ന് അത് ലഭിക്കുവോ? ഈ അപ്സര സ്ത്രീ എന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ സ്ഥിരം നിൽക്കുവോ? നിൽക്കില്ല, ഒരിക്കലും നിൽക്കില്ല. അത് അതിന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അത് പോവും. ഒരു സന്താനത്തെ തരുന്നുണ്ടാവും ചിലപ്പോ, അത് കഴിഞ്ഞാൽ അത് പോവും, പിന്നെ എന്റെ ആവശ്യത്തിനൊന്നും കിട്ടില്ല. അപ്പോ ഉർവശി വശകനായിട്ടുള്ള പുരൂരവസ് എങ്ങനെയാണോ ആ ഉർവശിയാൽ വഞ്ചിക്കപ്പെട്ടത്, അതേപോലെ പണ്ട് നാരദൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണത്. അപ്പൊ അതേപോലെ ഞാനും വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ സമ്മതം അല്ല, എനിക്ക് സമ്മതമില്ല, ഞാൻ കല്യാണം കഴിക്കില്ല, ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഒരു ഉപകഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയെ അവിടെ വ്യാസന്റെ മനസ്സിൽ അങ്കുരിച്ചു, അത് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇനി ആ ഉപകഥയാണ് ഇനി പറയേണ്ടത്. അതുകൊണ്ടാണ് പിന്നെ ഇനി 3 അധ്യായം കഴിഞ്ഞിട്ടാണ്, ഇപ്പൊ ഇതിപ്പോ 10ാമത്തെ അധ്യായമാണ്. 11, 12, 13 കഴിഞ്ഞ് 14ാമത്തെ അധ്യായത്തിലാണ് ഇനി അടുത്ത ശ്രീശുക അവതാരാധികാരികൾ വരുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ മറ്റ് ഉപകഥകളാണ് ഇതിന്റെ സാരം. ഇത് ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ 10ാമോധ്യായ സമാപ്ത. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.